സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ രാപ്പകൽ സമരം തുടരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം കണക്കിലെടുത്ത് സമരം പിൻവലിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത്. ഇതിനിടെ ആശമാർക്ക് തുക നീക്കിവെച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ സമരവേദിയിൽ വിളിച്ച് ഏപ്രിൽ 21-ന് ആദരിക്കാൻ ഒരുങ്ങുകയാണ് സമരസമിതി. എസ് ശാലിനി ചേരുന്നു. ശാലിനി, ആശമാരുടെ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇങ്ങനെ രാപ്പകലില്ലാതെ തുടരുകയാണ്. പ്രത്യേകിച്ച് തീരുമാനമൊന്നും സർക്കാർ സ്വീകരിക്കുന്നില്ല. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം കണക്കിലെടുത്ത് സമരം പിൻവലിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ സർക്കാർ വച്ച് പുലർത്തുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ ആശമാർ കാണുന്നത്? വിവരങ്ങൾ. രോഹിണി, ഇന്ന് 28-ാം ദിവസത്തിലേക്ക് ഈ ഒരു സഹന സമരം തുടരുകയാണ്. പ്രതീക്ഷ ഈ മണിക്കൂറിലും ഈ ദിവസവും കൈവിട്ടിട്ടില്ല ആശമാർ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില അമ്മമാർ ഇവിടെ നിരാഹാര സമരം കിടക്കുകയാണ്. ആ നിരാഹാര സമരം തുടങ്ങിയിട്ട് 28 ദിവസങ്ങൾ പിന്നിട്ടു. ഈ സമരം തുടങ്ങിയിട്ട് 66 ദിവസങ്ങൾ പിന്നിടുകയാണ്. യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ സർക്കാർ ഈ മണിക്കൂറിലും തയ്യാറായിട്ടില്ല. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഒരു പ്രതീക്ഷ ഇപ്പോൾ ഇവർക്ക് ഉള്ളത്. അത് മുന്നിൽ കണ്ടെങ്കിലും സർക്കാർ പ്രതിനിധികൾ തങ്ങൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കും, തങ്ങളോട് കനിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ആശമാർക്കായി പ്രത്യേക തുക നീക്കിവെച്ചിട്ടുണ്ട്. ആ നീക്കിവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളെ ഈ സമരപ്പന്തലിൽ വിളിച്ച് അനുമോദിക്കാൻ, അഭിനന്ദിക്കാനൊക്കെ തയ്യാറെടുക്കുകയാണ് ആശാ വർക്കർമാരുടെ സമരസമിതി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ 66 ദിവസങ്ങൾ പിന്നിടുമ്പോഴും സമരത്തോട് എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ ഏത് തരത്തിൽ നടപടികൾ സ്വീകരിക്കണം എന്നൊരു അന്തിമ തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. 3 തവണ ഘട്ടം ഘട്ടമായി ചർച്ച നടത്തി. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി, തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. പക്ഷേ ആ ചർച്ചയിലൊന്നും ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ ഘട്ടത്തിലാണ് ഈ നിരാഹാര സമരം ഇപ്പോൾ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം നിർണായകമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചു മുൻപ് പറഞ്ഞതുപോലെ തന്നെ CPOമാരെ സംബന്ധിച്ചിടത്തോളം, വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായതുപോലെ തന്നെ ആശമാരെ സംബന്ധിച്ചും ഇന്നത്തെ ഈ ഒരു ക്യാബിനറ്റ് യോഗം പ്രധാനമാണ്. ഏതെങ്കിലും തരത്തിലുള്ള നടപടിയോ അല്ലെങ്കിൽ അവർക്ക് തുക വകയിരുത്താനോ ഒക്കെയുള്ള നടപടികൾ ഉണ്ടാകാൻ പ്രതീക്ഷ കൈവച്ച് തന്നെയാണ് അവരും ഇന്നത്തെ ഈ ക്യാബിനറ്റ് യോഗത്തെ നോക്കിക്കാണുന്നത്. എന്തായാലും വളരെ ശക്തമായ സമരം ഒരുപക്ഷെ സംസ്ഥാനത്തെ ചരിത്രത്തിലോ അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ സെക്രട്ടേറിയറ്റോ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു സമരമുറയാണ് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇപ്പോൾ ഈ ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഈ 66-ാം ദിവസം ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തെ ഇവരുടെ ഈ ഒരു സമരം ആരംഭിച്ചതിന് ശേഷം നിരവധി ക്യാബിനറ്റ് യോഗങ്ങൾ കടന്നുപോയി. പക്ഷേ ആ യോഗത്തിലൊന്നും തന്നെ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. പക്ഷേ ഇന്നത്തെ യോഗം, 1 നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, 2 ഈ ഒരു നിർണായക ക്യാബിനറ്റ്, ഇത് രണ്ടും പ്രതീക്ഷ അർപ്പിച്ച് കഴിയുകയാണ്. ഈ ഒരു ആശാ വർക്കർമാർ ജോലിയടക്കം പല സ്ഥലങ്ങളിലും സ്തംഭിച്ചൊരു സാഹചര്യമുണ്ട്. അവരുടെ വിടുതൽ ആനുകൂല്യമായി 5 ലക്ഷം രൂപ നൽകുക, ഒപ്പം തന്നെ ഓണറേറിയം 21,000 രൂപ വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 66 ദിവസമായി ഈ സാധാരണ വനിതകൾ, വീട്ടമ്മമാർ, കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ പോരാളികൾ ഈ സമരം തുടരും. എന്തായാലും ഈ സമരത്തോട് ഒരു അനുഭാവ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു അനുനയ നീക്കം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ 66 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ സമരസമിതിക്കുള്ളത്. ശരി ശാലിനി, എന്തായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാരുടെ രാപ്പകൽ സമരം തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്.